കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തില് പഞ്ചകർമ്മയ്ക്ക് വളരെയധികം പങ്കുണ്ട്. പഞ്ചകർമ്മ ഇത് ശരിക്കും ശാസ്ത്രീയമായ ഒരു ബോഡി ഡീടോക്സ് ആൻഡ് റെജുവിനേഷൻ പ്രക്രിയ കൂടിയാണ്. നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങളൊക്കെ നീക്കം ചെയ്യാനും ശരീരത്തില് ആഴത്തിൽ ശുദ്ധീകരിക്കാനൊക്കെ, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും, ഒപ്പം മാനസിക സമ്മർദ്ദം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നീക്കം ചെയ്യാനും ദഹനത്തെ ഉത്തേജിപ്പിക്കാനും ഒക്കെ ഈ പഞ്ചകർമ്മ വഴി നമുക്ക് സഹായിക്കുന്നുണ്ട്. ഇനി കർക്കിടക മാസം എന്ന് പറയുമ്പോൾ എപ്പോഴും ആളുകൾക്ക് ഔഷധങ്ങൾ മാത്രമാണ് ഓർമ്മ വരുള്ളൂ. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന കുറച്ച് ജീവിതശൈലികൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഉറക്കം. ഇക്കാലത്ത് ഉറക്കം വളരെ അത്യാവശ്യമാണ്. രാത്രി 10 മുൻപായെങ്കിലും ഉറങ്ങുക. ഇതിലൂടെ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ പുനരുദ്ധാരണം നടക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിന് സെൽഫ് ഹീലിംഗ് ചെയ്യാനുള്ള ഒരു പവർ കൂടിയുണ്ട്. അത് ഉറക്കത്തിൽ മാത്രമേ സാധ്യമാവുള്ളൂ. അടുത്തതായി നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. മഴ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും വെള്ളം കുടിക്കുന്നില്ല. വെയിലില്ലല്ലോ, ശരീരം വേർത്ത് പോകുന്നില്ലല്ലോ എന്ന് കരുതി വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നവരുണ്ട്. അപ്പൊ ധാരാളം വെള്ളം കുടിക്കുക. ഒപ്പം തേൻ കലർന്ന വെള്ളമൊക്കെ കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ശരീരത്തിൽ നിന്ന് ടോക്സിൻസിനെ പുറന്തള്ളാനും ദഹനത്തെയൊക്കെ മെച്ചപ്പെടുത്താനും സഹായിക്കും. അതുപോലെ തന്നെ യോഗ, പ്രാണായാമം മുതലായ വ്യായാമങ്ങളൊക്കെ നമ്മൾ ദിവസവും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മുടെ മെറ്റാബോളിസം കറക്റ്റ് ചെയ്യാനും ദഹനത്തെ ഉത്തേജിപ്പിക്കുവാനും മാനസിക സമ്മർദ്ദങ്ങള്, പിരിമുറുക്കങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റുവാൻ സഹായിക്കും. അപ്പൊ ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതശൈലിയും കൂടെയൊക്കെ ശുദ്ധമാകുമ്പോഴാണ് ഈ കർക്കിടക ശുശ്രൂഷ പൂർണ്ണമാവുള്ളൂ. അപ്പൊ ഓരോ ദിവസവും ഇതുപോലുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതവും ശ്രേഷ്ഠമാവട്ടെ.